നമസ്കാരം സർ. സാർ, വീണ്ടും ഒരു മകരജ്യോതി തെളിയാൻ പോകുന്നു. മകരസംക്രമമാണ് നാളെ. എന്താണ് മകരസംക്രമം? നമ്മൾ വീട്ടിൽ എന്തെങ്കിലും നമ്മുടെ കുടുംബൈശ്വര്യത്തിന് വേണ്ടിയിട്ടും അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ? കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്കും അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാവും അല്ലേ? സാറിൻ്റെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യൂ സർ. താങ്ക് യു സർ. മഹാഗുരു ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പോൾ നാളെ മകരസംക്രമമാണ്. കേരളത്തിൽ ഉച്ചയ്ക്ക് ഒരു 3:05 തൊട്ട് 3:10 ആയിരിക്കും മകരസംക്രമം. കാര്യം ഇവിടെ എറണാകുളത്ത് 3:07 പത്തനംതിട്ട ഭാഗത്ത് 3:08 തോന്നുന്നു ഇന്ന് പേപ്പറിന് കണ്ടു. അപ്പോൾ ഒരു മാക്സിമം 5 മിനിറ്റ് വരെ അക്ഷാംശവും രേഖാംശവും വെച്ച് സംക്രമത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊരു എനർജി ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ് ഈ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള ഇത്. അപ്പോൾ നമ്മൾ സാധാരണ പറയണത് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് കടക്കുന്ന കാല് ചവിട്ടുന്ന സമയമാണ് മകരസംക്രമം. പക്ഷേ ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നില്ല, ഒരിടത്ത് നിൽക്കുകയാണ്, ഭൂമിയാണ് കറങ്ങുന്നതും. അപ്പോൾ ഭൂമി ചെറുതായിട്ടൊന്ന് വടക്കോട്ട് ചരിഞ്ഞു തുടങ്ങുകയാണ്. അതാണ് സത്യം. പക്ഷേ നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ട്രെയിൻ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. രണ്ട് സൈഡിലുള്ള സ്ഥലങ്ങൾ പുറകിലോട്ട് പോകുന്നതായിട്ടേ തോന്നുള്ളൂ അല്ലേ? അതായിരിക്കാം ഒരുപക്ഷെ ഋഷീശ്വരന്മാർ സൂര്യൻ. കാര്യം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏത് രാശിയിൽ എന്ത് വരുന്നു എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ കാര്യങ്ങൾ അവർ അന്നത്തെ ബുദ്ധി വെച്ച്. ഉദ്ദേശം ഒരു 5000-10000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാവുമോ ആ രീതിയിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ വെച്ചിട്ട് സൂര്യൻ അവിടെ നിൽക്കുന്നു ഇതാണെന്ന് പറയുന്നത് വെച്ച് നമ്മൾ സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കണം, സൂര്യനെ ഈശ്വരനായിട്ടാണ് നവഗ്രഹങ്ങളിൽ കാണുക, ദേവനായിട്ട്, സൂര്യദേവൻ. അപ്പോൾ ഒരിക്കലും ഒരു ദേവൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു മൂർത്തിയാണ്. അപ്പോൾ അവർക്കത് അറിയായിരുന്നു. അതുകൊണ്ടാണ് സൂര്യദേവനെ ആരാധിക്കണമെന്ന് പറയുന്നത്. സഞ്ചരിക്കുന്ന ഒരിതിനെ ഒരിക്കലും ചന്ദ്രദേവൻ എന്ന് പറയുന്നില്ല, കുജദേവൻ എന്ന് പറയുന്നില്ല, ബുധദേവൻ എന്ന് പറയുന്നില്ല, ഗുരുദേവൻ എന്ന് പറയുന്നില്ല, ശുക്രൻ ദേവൻ എന്ന് പറയുന്നില്ല, ശനീനെ ഈശ്വരൻ എന്ന് പറയുന്നത് രാഹു കേതു. ഇപ്പോൾ സൂര്യനെ ദേവൻ എന്ന് പറയുമ്പോൾ ഇത് ദൈവിക പ്രതിഷ്ഠ പോലെ എന്തോ ആണെന്ന് അതിൽ വ്യംഗ്യാർത്ഥമുണ്ട്. പക്ഷേ ആധുനിക ഇതിൽ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമർത്ഥന നടക്കണം. എന്തുവാകട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇതിൽ മകരസംക്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്ത് പറയുകയാണെങ്കിലും എനിക്കിതെല്ലാം പറഞ്ഞു തന്ന ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. അദ്ദേഹം 1986 വിജയദശമി ദിവസം തൊട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിൻ്റെ അനുഭവം എനിക്കറിയാം. ഒരുപക്ഷേ ഈ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നമ്മുടെ 18 പുരാണങ്ങൾ, പ്രത്യക്ഷത്തിലുള്ള 18 പുരാണങ്ങളിൽ 108 ഉപനിഷത്തുകളിലൊക്കെ ഒരുപക്ഷെ പരാമർശിച്ച് കാണാം. ഞാൻ ദൈവം സഹായിച്ച് ഞാനിതൊന്നും പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എന്താണ്ടോ എവിടെയൊക്കെ വായിച്ചു, പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷേ തിരുമേനി ചെയ്തിരുന്നത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. മകരസംക്രമത്തിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, ശബരിമലയിൽ മകരസംക്രമ അഭിഷേകമുണ്ട്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന അയ്യപ്പ മുദ്ര എന്ന് പറഞ്ഞാൽ നെയ്ത്തേങ്ങയാണ് അവിടെ അഭിഷേകം ചെയ്യണം ആ സംക്രമ സമയത്ത്. അപ്പോൾ ഈ മകരസംക്രമ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി വയ്ക്കുക. വിളക്ക് കൊളുത്തി വയ്ക്കുക. കഴിയുന്നത് നെയ്യിട്ട വിളക്ക്. ഇനി കംപ്ലീറ്റ് നെയ്യിടാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നെയ്യിട്ട എന്ന് പറഞ്ഞാൽ നെയ്യുടെ മണം പരക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്, നെയ്യുടെ മണം പരക്കണം. പക്ഷേ വീട് പൂട്ടിപ്പോണവർ ദയവ് ചെയ്ത് വിളക്ക് കൊളുത്തി വെക്കാണ്ടിരിക്കുക. കാര്യം നെയ്യുടെ മണവും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്കും എലികൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഫ്ലാറ്റ് ആണെങ്കിൽ എവിടെയാണെങ്കിലും എലി വന്നു കഴിഞ്ഞാൽ ഇതാദ്യം തട്ടിയിടും, വിളക്ക് കത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അത്രയും സാഹസമൊന്നും ദയവ് ചെയ്ത് ആരും ചെയ്യരുത്. വീട്ടിലുള്ളവർ മാത്രം ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ രാവിലെ വൈഫ് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് ഒരു 7-8 മണിക്ക് കെടുത്തുകൊള്ളാം. അതിങ്ങനെ കണ്ടിന്യൂസ് കത്തിയിരിക്കും. അങ്ങനെയില്ല, ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ കൊളുത്തും. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വൈഫ് 6-6:30 അവൾ കുളിച്ച് കഴിഞ്ഞ് ആദ്യം വിളക്ക് കൊളുത്തുന്നത് വൈഫാണ്. കാര്യം ഞങ്ങളുടെ ആചാരമനുസരിച്ച്, ഗൗഡസാരസ ബ്രാഹ്മണരുടെ ആചാരമനുസരിച്ച് വിളക്ക് കൊളുത്തേണ്ടത് സ്ത്രീകളാണ്. മെയിൻ ഞങ്ങൾക്കൊരു ഇപ്പോൾ ക്ഷേത്രങ്ങളെ തൂക്കുവിളക്കില്ലേ, ഇതുപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിലായതുകൊണ്ട്, അല്ലാത്തടുത്ത് ഒരു പൂജാമുറിക്ക് അടുത്തായിട്ട് സമാന്തരമായിട്ട് ഈ കന്നിരാശിയിൽ നിന്ന് ഈശാനകോണിലേക്ക് കാണുന്ന ഒരു വിളക്ക് കാണും. തൂക്കുവിളക്കെന്ന് പറയാം.
ഞങ്ങളുടെ ഭാഷയിൽ അത് സ്ഥാനാവൽ ദീപം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമുണ്ട്, സ്ഥാനാവൽ ദീപം. അതുപോലെ ഞങ്ങളൊരു അക്ഷയപാത്രം സൂക്ഷിക്കുന്നുണ്ട്. ഈ അക്ഷയപാത്രം ഇപ്പോൾ എൻ്റെ പൂജാമുറിയിൽ ഞാൻ കാണിക്കാം. പൂജാമുറിയല്ല, വിളക്ക് വയ്ക്കുന്ന സ്ഥലം, ഇവിടെ മുറിയായിട്ടില്ല. അക്ഷയപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിൽ അരി, ചിലയിടത്ത് നെല്ല് വയ്ക്കുന്നു, ചിലയിടത്ത് അരി. 365 ദിവസം ഇത് കാണണം. ഇത് നവരാത്രി ദിവസത്തിലാണ് അത് മാറ്റുന്നത്. പിന്നെ അത് ആവശ്യത്തിന് ചിലപ്പോൾ അരി കൂടുതൽ നാളിരിക്കുകയല്ലോ, ക്വാളിറ്റിയുടെ ഇത് വെച്ച് അതും മാറ്റും. അപ്പോൾ ഇത് രണ്ടും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ സ്ഥാനത്തെ തൂക്കുവിളക്കും അതും കൈകാര്യം ചെയ്യേണ്ട സ്ത്രീകളാണ്, പുരുഷന്മാർക്ക് ഇതില്ല. അപ്പോൾ ഈ വിളക്ക് ഈ ശ്രേയപാത്രം എന്ന് പറയും. അതിന് ശ്രേയപാത്രം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പാത്രം എന്നുള്ള രീതിയിൽ അതിനെ ഇത്. അപ്പോൾ സ്ത്രീകളാണ് ഞങ്ങളുടെ ഇതിൽ കത്തിക്കേണ്ടത്. സാധാരണ വീടുകളിൽ അഗ്നി സ്ത്രീയുടെ പ്രതീകമാണ്, മനസ്സിലായി? അതാണ് പറയുന്നത്. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഒന്ന് വൈകിട്ട് ഇത് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് മിനിമം 24 മിനിറ്റ്, ശരിക്കും പറഞ്ഞാൽ 48 മിനിറ്റാണ് പറയുന്നത് ഒരു മുഹൂർത്തം, അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനീ പറയുമ്പോഴും ജ്യോതിഷത്തിൽ അവഗാഹമുള്ളവരൊക്കെ താഴെ വന്ന് കമൻ്റ് ഇടും. ഞാൻ ജ്യോതിഷത്തിലുള്ള വലിയ പാണ്ഡിത്യമൊന്നുമില്ല, അതുകൊണ്ട് പറയാം. അപ്പോൾ മിനിമം 24 മിനിറ്റെങ്കിലും ഒരു വിളക്ക് കത്തി വയ്ക്കുക നമ്മൾ ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 48 മിനിറ്റ്, 1 മണിക്കൂറൊന്ന് വയ്ക്കുക. 1 മണിക്കൂറൊന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം 24 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 നാഴികയാണ്, 48 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 നാഴിക കത്തി നിൽക്കണമെന്നുള്ളത്. അപ്പോൾ 2 നാഴിക, 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ വയ്ക്കുക. സാധിക്കുമെങ്കിൽ നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കത്തിക്കാൻ പറ്റാത്തവർ ഈ ഉച്ചയ്ക്ക് 2:30 തൊട്ട് മകരസംക്രമം എന്നുള്ളത് കണക്കിലെടുക്കുന്നവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു എനർജി ഷിഫ്റ്റ് നടക്കുക. ഇപ്പോൾ നമുക്കറിയാം ഭീഷ്മാചാര്യർ ശരശയ്യെ കിടന്നത് ഉത്തരായനത്തിൽ ദേഹവിയോഗം നടക്കാനാണ്. ഉത്തരായനത്തിൽ ദേഹവിയോഗം നടന്നാൽ ഈശ്വരലോകം കിട്ടും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അത്രയും നാൾ അദ്ദേഹം മരണാസന്നനായിട്ട് ഉത്തരായനത്തിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സ്വച്ഛന്ത മൃത്യു എന്നാണ് പറയുന്നത് അദ്ദേഹം കിടന്നത്. അപ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ് ഉത്തരായനം. ഇപ്പോൾ ഞങ്ങൾ ഉപനയനം നടക്കുന്നത്, മിക്ക ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ നടക്കുന്നതെല്ലാം ഉത്തരായന കാലത്താണ്. അത്രയും ദൈവികമായിട്ട് പ്രാധാന്യമുള്ള ഒരു ഇതാണ്. അപ്പോൾ മകരസംക്രമം സാധിക്കുമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും എണ്ണ തീരരുത്, കരിന്തിരി കത്തരുത്. ഓക്കെ, ശ്രദ്ധിക്കണം. കരിന്തിരി കത്തിയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് കരിന്തിരി കത്തിയത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട്രോമയിലേക്ക് പോകും. ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തെ തൃപ്തിപ്പെടുത്തുകയല്ല, നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ദൈവത്തിന് നമ്മൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതെല്ലാം ദൈവം എന്ന് പറയുന്ന ശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് സ്വീകരിക്കും. പക്ഷേ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സാധിക്കുമെങ്കിൽ രാവിലെ തൊട്ട് ഒരു വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ 2:30 തൊട്ട് 3:30 വരെ ഈ മകരസംക്രമ സമയത്ത് ചെയ്യണം എന്നുള്ളത്. ആ 2:30 തൊട്ട് 3:30 വരെ അത് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ മകരജ്യോതി തെളിയുന്നു. നമുക്കറിയാം, നമുക്കൊരു ദിവസം ഒരു ക്ഷേത്രത്തിൽ 5 പൂജകളുണ്ട്. ഇപ്പോൾ നമുക്ക് 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇസ്ലാമിക സഹോദരന്മാർ 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലേ. അവർ കറക്റ്റ് വാങ്ക് വിളിച്ച് നിസ്കരിക്കുന്നുണ്ട്. ഈ അവരുടെ വാങ്ക് വിളി എൻ്റെ ഒരു ചെറിയ അറിവ്, ഞാൻ 4 വർഷം ലക്ഷദ്വീപിലുണ്ടായിരുന്നത് കൊണ്ട് പറയുകയാണ്, സൂര്യോദയത്തെ അടിസ്ഥാനമാക്കിയാണ്. സൂര്യോദയം മാറുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നാളെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വിളിയിൽ അല്പം വ്യത്യാസം വരും, കാര്യം ഷിഫ്റ്റ് വരികയാണ്. നമ്മളിപ്പോൾ ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ എൻ്റെതാണ് ശരിയെന്ന് പറഞ്ഞ് തമ്മിലടിക്കുക. യാദൃശ്ചികമായിട്ട് ഞാൻ പറയാം. പക്ഷേ ഒരു വിശേഷം വരുമ്പോൾ, നമുക്കൊരു വിഷു വരുമ്പോൾ അവർക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വരും, നമുക്കൊരു ഓണം വരുമ്പോൾ അവർക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വരും, ദീപാവലി വരുമ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വരും. ഇതെന്തുകൊണ്ടാണെന്ന് യുക്തി കൊണ്ട് ആരും ചിന്തിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ദീപാവലി മെയിൻ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയ കർത്തവാവിനോടടുത്താണ് വരുന്നത്. അപ്പോൾ ഈ ഓണവും വിഷുവും കർത്തവാവിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ തന്നെയും ചെറിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമിക സമൂഹം പണ്ട് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യം അവർ പറയുന്നുണ്ട്. ചന്ദ്രൻ്റെ ഇത് കണ്ടത് വെച്ചാണ് നോമ്പ് തുറക്കണത്. ഇത് തന്നെയാണ് ഭാരതീയ പാരമ്പര്യം. അത് ദക്ഷിണേന്ത്യയിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വരുന്നത് തിഥിയാണ്. രാമനവമി, കൃഷ്ണാഷ്ടമി, അഷ്ടമിയും നവമിയാണ്. നമ്മൾ കേരളത്തിൽ മാത്രമാണ് അഷ്ടമി രോഹിണി എന്ന് വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ റഘുഭാകർമ്മം എന്ന് പറഞ്ഞാൽ പൗർണമിയുടെ എന്നാണ് വരുന്നത്. ഇത് തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ മനസ്സിലായി 5 നിസ്കാരങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ നമ്മുടെ ഇതിൽ 5 പൂജകളാണ് മെയിൻ. ഇപ്പോൾ ഗുരുവായൂർ പോയാൽ അറിയാം, രാവിലെ നിർമാല്യം, അത് കഴിഞ്ഞാൽ പന്തീരടി പൂജ.
ഭദ്രകാളി പൂജ എന്തോ അത് പേര് പറയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 9 മണിയോടുകൂടി ഇത് നടക്കും. അത് കഴിഞ്ഞാൽ ഉച്ചപ്പൂജ, അത് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ദീപാരാധന, അത് കഴിഞ്ഞാൽ അത്താഴപൂജ. ഈ 5 പൂജകളാണ് നമുക്കുള്ളത്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മൾ സമയങ്ങൾ ക്രമീകരിച്ച് കാണും. പണ്ട് നടന്ന ഇതായിരിക്കില്ല ഇന്നത്തെ കാലത്ത് സമയം. പക്ഷേ 5 പ്രധാന പൂജകൾ നമുക്കുണ്ട്. അതോടൊപ്പമാണ് ഈ സന്ധ്യാകാലം എന്ന് പറയുന്ന ഒരു കാര്യം. സന്ധ്യാകാലം എനർജി ഷിഫ്റ്റ് നടക്കുക. രാവിലെ സൂര്യൻ പോയിട്ട് ചന്ദ്രൻ ഇരുട്ട് പോയിട്ട് വെളിച്ചം വരുന്ന ഒരു ക്രിട്ടിക്കൽ മൂവ്മെൻറ്റ്, ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്നു. അതൊരു ആദിസന്ധ്യ. മധ്യമസന്ധ്യ വരും ഉച്ചയ്ക്ക്, നട്ടുച്ച. ആ നട്ടുച്ച വലിയ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് 11 മണി തൊട്ട് 3 മണിക്കൊന്നും പുറത്തിറങ്ങരുത്, സൂര്യാഘാതം കിട്ടുന്നു. നമ്മുടെ ആൾക്കാർ പണ്ട് എന്ത് പറഞ്ഞ്, ഈ സമയത്ത് ഈശ്വര ജപം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ്. ആ പറഞ്ഞ ഈശ്വര ജപം ചെയ്ത് അകത്തിരിക്കണമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഭാരതീയ ഋഷീശ്വരന്മാർ അന്ധവിശ്വാസികളും 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ സൂര്യാഘാതം ഏൽക്കും. കാരണം അതനുസരിച്ച് ടൈം ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ജോലി സമയം, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലുള്ളവർ, ഇത് പറമ്പിലൊക്കെ പണിയെടുക്കുന്നവരെന്ന് പറഞ്ഞ് അവർ ശാസ്ത്ര ഇതുള്ളവരായി. എന്ത് വിരോധാഭാസമാണെന്ന് നോക്കി. നമ്മൾ ഈ ഷിഫ്റ്റിൻ്റെ സമയത്ത് ഇതാണ് പറയണം, മധ്യാഹ്ന ഇത് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഈശ്വരഭജനം ചെയ്യണം. ഈശ്വരഭജനം റോട്ടിൽ കൂടി നടന്ന പറമ്പിൽ കൂടി നടന്നാൽ ചെയ്യുകയല്ല, എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയല്ലേ ചെയ്യുള്ളൂ. അന്നത്തെ ഭാഷയിൽ അന്നത്തെ യുക്തിയിൽ പറഞ്ഞു, അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷേ അന്നത്തെ വാക്ക് വെച്ച് നമ്മൾ ഇപ്പോൾ കയറിയിട്ട് ചൊറിയുകയാണ്, എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാറില്ല. പിന്നെ സായം സന്ധ്യ ഒരു വല്ലാത്ത ഷിഫ്റ്റാണ്. കാര്യം സന്ധ്യ സൂര്യൻ ഇതായിട്ട് ഇരുട്ട് തുടങ്ങുന്നൊരു സമയം, വല്ലാത്തൊരു ക്രിട്ടിക്കൽ ഒരു നമ്മൾ പോകരുതെന്നുള്ളതല്ല. ഇപ്പം നിസ്സാരം അതിൻ്റെ ഒരു എഫക്റ്റ് അറിയണമെങ്കിൽ നമ്മളൊരു 5 മണിക്ക് ഉറങ്ങുക, 5 മണിക്ക് മയങ്ങുക. എന്താ ശാരീരിക പ്രശ്നമുള്ളവരല്ല പറയുന്നത്, അല്ലാണ്ടുള്ളവർ. നമ്മൾ 5 മണിക്ക് മയങ്ങിയിട്ട് ഒരു 7 മണിക്ക് എഴുന്നേൽക്കുക. നമ്മൾ മത്ത് പിടിച്ച പോലെ ഇരിക്കും. ശ്രദ്ധിച്ചു നോക്ക്. കാര്യം എന്താ പറഞ്ഞാൽ ഈ ഒരു എനർജി ഷിഫ്റ്റ് വന്നു, മനസ്സിലായി? ഈ എനർജി ഷിഫ്റ്റ് വന്നു. അതുപോലെ രാവിലെ നമ്മൾ 5 മണി തൊട്ട് 7 മണി വരെ, 5 മണിക്ക് കിടന്ന് 7 മണിക്ക് എഴുന്നേൽക്കുമ്പോഴേ ഇതേ ഒരു പ്രശ്നം വരും. നമുക്ക് മത്ത് പിടിച്ച പോലെ തലേന്ന് നേരെ നിൽക്കുന്നില്ല എന്നൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ലേ? ഒരു ഇത് ഇങ്ങനെ ചെയ്താലും ഈ ഒരു പ്രശ്നം വരും. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഈ വിളക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപാരാധനയുടെ സമയം വ്യത്യാസമുണ്ട്. കാര്യം അസ്തമനം നടക്കുന്ന സമയത്ത് ആണ് ദീപാരാധന നടക്കണം. അവിടെയാണ് ആ സമയത്താണ് മകരജ്യോതി തെളിയിക്കുന്നത്. കാര്യം എന്താണെന്ന് പറയുക, ഇപ്പോൾ ഇത് ഭയങ്കര ഇതായിട്ടുണ്ട്. 50 വർഷങ്ങൾ, എനിക്ക് 57 വയസ്സ് കഴിഞ്ഞു. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം അറിയാമായിരുന്നു. തിരുമേനിക്കറിയായിരുന്നു. തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഇത് തെളിയിക്കുന്നതാണ്. ഇനി അഥവാ അത്ഭുതത്തോടെ ഇത് തെളിയുന്നതായിരുന്നെങ്കിൽ അമേരിക്ക പണ്ടേ നാസ റോക്കറ്റ് വന്നിട്ട് ഈ രഹസ്യം മനസ്സിലാക്കി പോയാൽ. സത്യവത. അന്ന് പൊന്നമ്പലമേട്ടിലെ മലയാളന്മാരെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. കാര്യം അവർക്കാണ് അവിടെ അവകാശം, പരമ്പരാഗതാവകാശം. ഇപ്പോൾ 86 തിരുമേനിയുടെ ശിഷ്യത്തെ എടുത്തതിന് ശേഷം 87 ഫെബ്രുവരി മാസത്തിൽ എന്ന് പറഞ്ഞാൽ കുംഭമാസ സംക്രാന്തിക്ക് ഞങ്ങൾ പോയിരുന്നു. ഞാൻ, തിരുമേനി, അതുപോലെ തിരുമേനിയുടെ കൊച്ചുമക്കൾ ദീപ, പ്രദീപ, പ്രിയ എന്ന് ചെറിയ കുട്ടിയാണ്, 3 വയസ്സ്. അവളെ എടുത്തുകൊണ്ട് പോയത് ഞാനാണ് ശബരിമലയിലേക്ക്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സ്വയം അങ്ങോട്ട് പോകാനായിട്ട് ഇത്, പക്ഷേ അന്ന് അയ്യപ്പനെ എടുപ്പിച്ച്. തിരുമേനിയുടെ അനുഗ്രഹമായിരിക്കും. ആ സമയത്ത് മലയരന്മാർ അവിടെ സ്ത്രീകളൊക്കെ ഈ മാലവിക്കാറുണ്ട്. പോലീസിനെ കാണുമ്പോൾ ഇവർ ഓടും. അവരവിടെയാണ് താമസിക്കണത് അന്ന്. പിന്നെ അവരെ ഓടിച്ചു. അതൊക്കെ ശാപമാണ്. നമ്മളെന്താകട്ടെ ഔദ്യോഗികമായിട്ട് ആരും ഓടിച്ചാലും അതൊക്കെ ശാപം. തിരുമേനിയുടെ അന്ന് സ്ത്രീകൾ കയറരുത് അന്നും ഉണ്ട്. രജസ്വലയായ സ്ത്രീകൾ ശബരിമലയെ കയറരുത് എന്നുള്ള ആ വിശ്വാസം അന്നും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക്, അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവരിങ്ങനെ അന്നും ഞാൻ പറയാം തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നും ചെറുപ്രായം, അന്ന് ഇത്രയും സ്ട്രിക്റ്റ് ഒന്നുമില്ല, വന്ന് തൊഴുതു പോകുന്നുണ്ട് അവർ ഭക്തിയോടെ തന്നെ. അല്ലാണ്ട് ഞങ്ങൾ കയറിയ എന്ത് സംഭവിക്കുന്നൊന്നുമില്ല. ഭക്തിയോടെ വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഉള്ള കാര്യം പറയാം. പക്ഷേ ഇവർ മാല വിൽക്കാനായിട്ടുണ്ട്. പോലീസിനെ കാണുമ്പോൾ ഇവർ ഓടും. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് അവർ ഈ പെടുത്തുകാർ, അവരുടെയാണ് അയ്യപ്പൻ. നമ്മൾ അധിനിവേശം സ്ഥാപിച്ചിരിക്കുകയാണ്, നമ്മൾ നമ്മുടേതാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ രാജ്യക്കാർ, ഇപ്പോൾ വെനസ്വേലയിൽ നല്ല ഇത് മറ്റവർ
അമേരിക്ക കയറിയിട്ട് ഞമ്മൻ്റെ എന്താണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അധിനിവേശം അവരുടെയാണ്. അപ്പോൾ പൂർവികമായിട്ട് അവകാശം ഉണ്ടായിരുന്നവരെ ഓക്കെ അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ കയറി കൈകാര്യം ചെയ്യും. അവർക്ക് കൊടുക്കേണ്ട മാനം നമ്മൾ കൊടുക്കണ്ടേ? അതില്ലാത്തടത്തോളം നമുക്ക് മൊത്തം അത് നമ്മളെ ആര് ചെയ്താലും നമുക്കെല്ലാം അതിൻ്റെ പ്രത്യാഘാതം വരും. അപ്പോൾ അവരാണ് പണ്ട് പൊന്നമ്പലമേട്ടിയിൽ ഈ കറക്റ്റ് സംക്രമ സമയത്ത് ജ്യോതി തെളിയിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം അത് ചെയ്യുന്നത് ഔദ്യോഗികമായിട്ട് അത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ യുക്തിവാദികൾ അവിടം വരെയും പോയിട്ടൊക്കെ ഉണ്ട്, ഈ മകരജ്യോതി തെളിയിക്കുന്ന ഇതിൽ പോയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയാം, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ദൈവം എന്ന് പറയുന്ന ശക്തി ഒരു അത്ഭുതവും കാണിക്കാറ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ദൈവമാണ് കേട്ടോ, എനിക്ക് ഇന്നതിൻ്റെയൊക്കെ പവറുണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് ജ്യോതി തെളിയിക്കൽ അത് ഇതൊന്നുമില്ല. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്നതുണ്ട്. എന്താണെന്നറിയാം, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ റെക്കോർഡിംഗ് എടുക്കുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര നടക്കുക. ഈ തിരുവാഭരണ ഘോഷയാത്ര നടക്കുമ്പോൾ അവിടെ ഇതിൻ്റെ പുറകെ ഒരു പരുന്ത് പോകുന്നുണ്ട്. ഞാൻ ഇതിപ്പോ സാറിനോട് സംസാരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. സാർ, മകരജ്യോതിയുടെ സമയമാണെങ്കിലും നമുക്ക് ആകാശത്ത് ഒരു പരുന്ത് പറക്കുന്നുണ്ട്. ഇത്രയും വർഷം ദൂരദർശനിൽ കുഞ്ഞിലേ തൊട്ട് ലൈവില് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ പല ചാനലുകളൊന്നും, എന്നാലും നമ്മൾ ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ചെറുതിലേ തൊട്ട് ഞാൻ ആലോചിക്കും ഇപ്പൊ പറക്കും എന്ന് പറഞ്ഞ് എന്നെ നോക്കി നിൽക്കും. കറക്റ്റായിട്ട് ഒരു തെറ്റും ഇല്ലാണ്ട് ഈ പക്ഷി മൃഗാദികൾക്കുള്ള സെൻസ് പോലും മനുഷ്യനില്ല എന്ന് പറയുന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ആ തിരുവാഭരണം ഘോഷയാത്ര തുടങ്ങുന്ന ആ സമയം തൊട്ടിട്ട് അത് പൊന്നമ്പലമേട് എത്തുന്നവരെ ഈ പരുന്ത് കറക്റ്റായിട്ട് വരുന്നത്. വേറെ കാര്യമുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കുറേയധികം പോലീസ് സ്വാമിമാർ കൂട്ടത്തിലുണ്ട്. അവരെ ഇന്നടത്തുനിന്ന് ഇന്നവരെ ഇന്നാളെ ഡ്യൂട്ടി ഇടുന്നു, ഇന്നടത്ത് ഇന്നവരെ 4 or 5 ഷിഫ്റ്റായിട്ട് ഇവരെ ഡ്യൂട്ടിക്ക് ഇടുന്നുണ്ടാകാം. പക്ഷേ ഈ പരുന്തിനെ ആരും ഡ്യൂട്ടിക്ക് ഇടുന്നു? ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇതെടുത്ത് ശബരിമല നാളെ വൈകിട്ട് 6 മണിക്ക് അവിടെ എത്തുന്നവരെ ഇതെങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുന്നു? വേറൊരു പ്രതിഭാസമുണ്ട്, ഏതെങ്കിലും ഒരു നായ ഇതിൻ്റെ കൂടെ കാണും. മിക്കപ്പോഴും ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോയി ഒരു വീഡിയോ എടുത്തിടുമ്പോഴേ അറിയുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു നായ ഇതിൻ്റെ കൂടെ വരും. ഒന്ന് നായ എന്ന് പറഞ്ഞാൽ കാലഭൈരവൻ്റെ വാഹനമാണ്. കാലഭൈരവൻ ശിവൻ്റെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വേർഷനാണ് കാലഭൈരവൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഈ നായ പല ഇതിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ശബരിമലയിൽ പോണവർക്ക് ഈ കർണാടകത്തിൽ നിന്നൊക്കെ നടന്നു വരുന്നവരുണ്ട്, ഇവരുടെ കൂടെ ഒരു നായ അങ്ങ് കയറും. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി അറിയാം, ഇവരുടെ കൂടെ ഒരു നായ, ഇവർ പറയുന്ന ഭാഷ ഈ നായ്ക്കറിയാം. ഒരു പക്ഷേ ആരാണെന്നൊന്നും അറിയില്ല. ഇത് ശബരിമല വരെ പമ്പ വരെയൊക്കെ ഇവർ അനുഗമിക്കും. ഇവർ ഒരു ഉപദ്രവവും ഇല്ല. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് വഴികാട്ടിയ, ഒരു പക്ഷേ ഇവർക്ക് ശബരിമലയിലുള്ള വഴി ശരിക്കും അറിയില്ല. ഇന്ന് GPS ഉണ്ടെന്ന് വെക്കാം. ഈ പോകുമ്പോൾ നായ കുറേ നേരം പോകും, കുറേ പോകും, അത് കഴിയുമ്പോൾ നിൽക്കും. ഇവർ വരുമ്പോൾ പിന്നെ ഇവർ വല്ലതും കൊടുത്ത് പിന്നെ അത് വഴി കാണിക്കാൻ പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ജീവികളൊക്കെ പോകുന്നവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പോകുന്ന സമയത്ത് പല രീതിയിൽ, ഇപ്പോഴാണല്ലോ GPS ഒക്കെ സൗകര്യമൊക്കെ വന്നത്, പല രീതിയിൽ കൂട്ടത്തോടെ പോയിട്ട് കൂട്ടം പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും കയറുന്ന സമയത്ത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മൃഗം, ഇപ്പൊ ആനയായിക്കോട്ടെ, അതേപോലെ ഏതെങ്കിലും ഒരു മൃഗം വന്ന് നമ്മളെ വഴികാട്ടും. അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ട സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കാലിന് സുഖമില്ലാണ്ടാകുമ്പോൾ ഒരു ആന എടുത്തുകൊണ്ട് പോയത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ചലച്ചിത്രം എന്നുള്ളതിൽ ഉപരി ഒത്തിരി പേരുടെ അനുഭവങ്ങളും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും പേര് അങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട്. കാട്ടിലുള്ള മൃഗങ്ങൾ വരെ നമുക്ക് വഴികാട്ടിയായിട്ട്, സന്തത സഹചര്യമായിട്ട്, ഒരു മൃഗം പോലും ഉപദ്രവിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് അവരുടെ കർമ്മം എന്നാൽ തീർച്ചയായിട്ടും. കാരണം അവിടെ ചെന്ന് ഇരുമുടിക്കെട്ടോടുകൂടി ഇപ്പൊ കാട്ടാനകളൊക്കെ ഇറങ്ങുന്ന വഴികളായിരിക്കാം. അപ്പൊ അങ്ങനെ ഒത്തിരി ദുരന്തങ്ങളും അപകടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഇതേപോലെയുള്ള സംഭവങ്ങളും ഉണ്ട്. വഴികാട്ടിയായിട്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആരൊക്കെയോ, നമ്മൾ പോലും പലരും വന്ന് കൈപിടിക്കുന്നതും ഇല്ല. തീർച്ചയായിട്ടും ഉണ്ട്. ശബരിമല ശാസ്താവിനെ തൊട്ട് കളിച്ചവർക്കൊക്കെ അത് 8ന്റെ പണി കിട്ടും. വേറൊന്ന്, ഇപ്പോൾ ശബരിമലയിൽ പോകുന്ന വഴി തെറ്റിയാൽ ഇതാണെങ്കിലും ശബരിമലയിൽ പോകുന്ന ആരെയും ഒരു ജീവിയും ആക്രമിച്ചിട്ടില്ല. ഒരാനയോ ഇതോ ഒന്നും ആക്രമിച്ചിട്ടില്ല. ഒരു പക്ഷേ ആന ഇവരെ പേടിപ്പിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കറക്റ്റ് വഴി കൂടി പോകാനാണ്. കാര്യം അവർ തെറ്റിയ വഴി കൂടിയില്ലേ പോകണം.
ആനകളുടെ വഴിത്താരയും നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്, ആനത്താര. പക്ഷേ മനുഷ്യൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആന മാറും. അപ്പോൾ നമുക്ക് നിസ്സാരം നോക്കിയാൽ മൂന്നാറിലെ പടയപ്പ അവരിവരൊക്കെ വന്നിട്ട് ബസ് പോകുമ്പോൾ സൈഡിൽ നിൽക്കുന്നതൊക്കെ അറിയാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മനുഷ്യൻ പോകുന്നു എന്നറിഞ്ഞാൽ ഇവൻ തൽക്കാലത്തേക്ക് അവൻ്റെ ഇത് മാറിക്കൊടുക്കും അവർ. ആ ഒരു ശീലമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിനൊരു ലോയുണ്ട്. അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതുമേൽ സോപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സൽ ലോയെ നമുക്ക് മറികടക്കാമെന്നുള്ളൊരു വിശ്വാസം മനുഷ്യനുണ്ട്. നടക്കുകയല്ല, അതിനെ അടിമപ്പെട്ട് നമുക്ക് ജീവിക്കാം. യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തി, ഈ ലോകത്തിലുള്ള എല്ലാം സുഖത്തോടെ വസിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് പറയുക, അതിൽ ലോക എന്നുള്ളത് ലോകറായ നമ്മളാണെന്നുള്ളത് വിവക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് വേറെന്ന് പറയുന്നത് നമ്മുടെ തത്വമസി ഗ്രൂപ്പുണ്ട് ടീച്ചറിൻ്റെ. അപ്പോൾ ഒരു വടശ്ശേരിക്കരയിലെ പേര് ഞാൻ പറയുന്നത്, വടശ്ശേരിക്കരയിലെ ഒരു വ്യക്തി എനിക്ക് വോയിസ് ഇട്ട്, ഞാനിപ്പോൾ ഇന്ന് ഗ്രൂപ്പിൽ കാര്യം എന്താണ്, സാറ് ഞാൻ തിരുവാഭരണ ഘോഷയാത്ര നോക്കിയിട്ട് വന്നപ്പോഴാണ് തത്വമസി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ലിങ്ക് സാറ് ഷെയർ ചെയ്തിരിക്കണേ. തത്വമസി അതിലിങ്ങനെ 18 പടി കഴിഞ്ഞ് അയ്യപ്പനിരിക്കുന്നതാണ്. അവർക്കത് ഭയങ്കര എന്ന് പറഞ്ഞാൽ അവർ തിരുവാഭരണം, അവർ 35 വയസ്സോ മറ്റോ ഉള്ള വീട്ടമ്മയാണ്. അവരുടെ മകൾ ശിവാനി ഇവിടുത്തെ നവോദയ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ കുട്ടി. ആ കുട്ടി എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞ് അവർ വിളിച്ചിരുന്നു. ഞാൻ നവോദയ സ്കൂൾ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ട്. ഈ സമയത്ത് അവൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അവൾ പറഞ്ഞോട് ദേ ഈ അങ്കിള് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അപ്പോൾ ഒരു സന്ധ്യാമദേശം എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോണ ഇതായിരുന്നു, എരുമേലിയിലാണത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സാറേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ അയ്യപ്പൻ അനുഗ്രഹിച്ച പോലെ തോന്നിയെന്ന്. ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് കണക്റ്റ് ആകുന്നുണ്ട്. ഉള്ളവർക്ക് കണക്റ്റ് ആകും, ഇല്ലാത്തവർക്ക് ഇതിനെല്ലാം വിമർശിച്ച് നമ്മുടെ ഇതിൻ്റെ താഴെ വന്ന് ചിലർ ഈശ്വരൻ്റെ നാമമുള്ളൊരു കമൻ്റ് ഇടുന്ന പോലെ അവരതുകൊണ്ട് നിർവ്വാണം അടയുന്നു. അങ്ങനെ ഇരിക്കാം. പക്ഷേ ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകേണ്ടവർക്ക് ഈച്ച് ആൻഡ് എവരി മൂവ്മെൻറ്റ് അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക, ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ കൂടി കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അബാക്കി ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കാർമ്മികവും ബ്ലെസ്സിങ്ങും നമ്മൾ വാങ്ങിക്കണ സോഷ്യൽ മീഡിയ കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇൻഫർമേഷൻ വേദവ്യാസ മഹർഷി 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ 18 പുരാണങ്ങളും ചതുർവേദങ്ങളും ഇതൊക്കെ ക്രോഡീകരിച്ച്, അദ്ദേഹം എഴുതിയെന്ന് പറയുന്നില്ല, ഇത് ബ്രഹ്മാവിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം ക്രോഡീകരിച്ചിട്ട് അതൊന്നും നടക്കാത്തത് ഈ കുറച്ച് 10-15 വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇൻഫർമേഷൻസ് കൊടുത്തു. ഇപ്പോൾ ഇന്ന് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനോ ഏഷ്യാനെറ്റോ സൂര്യ പോലെയുള്ള അവർ കാണിക്കുന്ന ലൈവ് ടെലികാസ്റ്റ് വീട്ടിലിരുന്ന് നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് മാത്രം കാണാൻ പറ്റുന്ന സമയത്ത് ഇന്ന് വിമാനമൊഴിച്ച് ഇതിലൂടെയും സഞ്ചരിക്കുന്ന വ്യക്തി ലൈവ് മകരവിളക്ക് മകരജ്യോതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചോ അതോ സോഷ്യൽ മീഡിയയിലെ അതിപ്രസരത്തിൽ നമ്മൾ സാധാരണ മുതിർന്നവർ പറയുന്നതാണ്, പിള്ളേർ മൊബൈൽ കൊണ്ട് വഴിപിഴച്ച് പോയി എന്ന് പറയണം. എന്ത് പറയണം നമ്മൾ? ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി അനുഗ്രഹിച്ചു. കാര്യം ഓരോരുത്തരിക്കുന്നിടത്തും ഓരോരുത്തരിക്കുന്നു. പണ്ട് മകരവിളക്കുണ്ട്, ആ വീട്ടിലെ കുട്ടി രജസ്വലയാണെങ്കിൽ കാണിക്കില്ല, അയ്യോ അയ്യപ്പ ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആ കുട്ടിക്ക് മൊബൈലിലിരുന്ന് നോക്കാം. ഭഗവാന് ഭക്തനെ ഒരു ഇതില്ല. ഇവന് പെലയുണ്ടോ, ഇവൻ ശുദ്ധനാണോ അശുദ്ധനാണോ? ഭഗവാൻ മനസ്സ് മാത്രമാണ്. ദൈവം എന്ന് പറയുന്ന ശക്തിയെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സുകൊണ്ട് മാത്രമാണ്. അപൂർവം ശരീരം കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട്. ഇന്ദ്രിയങ്ങളുടെ ഒരു ഭാഗമുള്ള നമ്മുടെ ശരീരത്തിനാണല്ലോ ഇന്ദ്രിയം, അങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ആദ്യം കണക്റ്റ് ആകുന്ന മനസ്സുകൊണ്ടാണ്. അത് ശരീരം രണ്ടാമതാണ് വരുന്നത്. ഇന്ന് ഒരു രജസ്വലയായ കുട്ടിക്കും മൊബൈലിൽ അയ്യപ്പ ജ്യോതി കാണാം, അതൊക്കെ അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ അവിടെ വരുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. 10 തൊട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നത് അബാക്കിൽ ഇതിൽ വന്നപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും അവിടെ വന്നാൽ അതിനുള്ള ഇത് വേണം, സൗകര്യങ്ങൾ വേണം, റൂംസ് വേണം. അവിടെ വെച്ച് ഒരു പക്ഷേ ശാരീരിക വീഴ്ച വരും, അത് നിഷിദ്ധമാണ്. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അബാക്കിലെ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് സത്യം. സ്ത്രീയും ഒരുമിച്ച് പുരുഷനും അവിടെ ഒരുമിച്ച് വസിക്കരുത്. അതാണ് സത്യം. അദ്ദേഹത്തെ കൊണ്ട് അയ്യപ്പൻ പറയിച്ചിട്ടുണ്ട്. അബാക്ക് മീഡിയയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം അദ്ദേഹം വെറുതെ പറയുന്നില്ല, വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നില്ല.
അദ്ദേഹം പ്രമാണങ്ങൾ വെച്ച് ഏതൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആരോ ആണ് അവിടെ മറ്റേ 1902 വർഷം ക്ഷേത്രം പുതുക്കി പണിത്. ആ ഇത് തെളിവുകൾ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ കീഴിൽ വന്നിട്ടും ഇദ്ദേഹം IPS എങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ട്രോളുന്ന ആൾക്കാരുണ്ട്. എന്ത് പറയാനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ നിങ്ങൾ ഓപ്പൺ ഡിബേറ്റ് വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് ചെയ്യുക, അല്ലാണ്ട് അദ്ദേഹത്തിന് IPS കിട്ടിയത് അത് അദ്ദേഹം ഇത് ചെയ്തതിന് ശേഷമാണല്ലേ. നോളജ് അതിൽ വേറെ രസമുണ്ട്. ഈ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അല്ലേ. ഈ നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം അയ്യപ്പൻ്റെ ഈ 18 മലകൾക്ക് ഇടയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വിഷയത്തിൽ നിന്ന് ചലിച്ചില്ല. ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പ്രസിദ്ധമായി. അതിന് കാരണം ഒന്ന് അലക്സാണ്ടർ ജേക്കബ് സാറാണ്. അത് കാര്യം അതിൻ്റെ കണക്ഷൻ പറയാം. അവിടെ പണ്ട് അഷ്ടമംഗല്യ പ്രശ്നം നടന്നപ്പോഴത്തേക്കും അവിടെ പറഞ്ഞു ഈ കുളം തേകണം. കുളം തേകി നിങ്ങൾ ഇതാക്കി വെച്ചാൽ, നിങ്ങൾ ശുദ്ധിയായിട്ട് വെച്ചാൽ അത് ക്ഷേത്രക്കുളമാണ്. ഇത് ഞാൻ വായിച്ചതാണ് കേട്ടോ, ഈ ക്ഷേത്രക്കുളം ശുദ്ധിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ലോകപ്രസിദ്ധമാകും എന്ന് പറയും. അപ്പോൾ ചിലർ പറഞ്ഞു പിന്നെ കുളം തേകി ഇടുമ്പോൾ ഇതെങ്ങനെ ലോകപ്രസിദ്ധമാകും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് അലക്സാണ്ടർ ജേക്കബ് സാറ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുന്നത്. അതിൽ അദ്ദേഹം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രവും അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ച് കഴിയുമ്പോഴത്തേക്കും മോഷ്ടാക്കൾക്കുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അത് പ്രസിദ്ധമായത്. ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ വ്യക്തികൾ, ഇപ്പോൾ അഭിനേതാക്കളും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ, മൃദംഗ ശൈലേശ്വരി അഷ്ടമംഗല്യ പ്രശ്നം വെച്ചവരോട് പറഞ്ഞിരിക്കുക നിങ്ങളിവിടെ കുളം റെഡിയാക്കുമെന്ന് പറയുമ്പോൾ, ആ മൃദംഗ ശൈലേശ്വരി ദേവി IPSൽ അവിടെ ഉദ്യോഗസ്ഥരായിരുന്ന ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറ് ഹിന്ദു മതാനുയായിയല്ല, ഹിന്ദു മതം എന്നുള്ളതില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ആ ദേവിയുടെ മഹാത്മ്യം പറയിക്കുക. കണക്ഷൻ എവിടെ പോയി? ഒരു ജില്ലയിലല്ല. ഒരു ജില്ലയിലാണെങ്കിൽ എൻ്റെ ജില്ലയിൽ ദൈവം എന്ന് പറയുന്ന ശക്തി എന്തിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒന്ന് പറയാം, കലികാലത്ത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് കുറേയധികം കാര്യങ്ങൾ പറയിക്കുന്ന കാര്യം എന്താണെന്ന്, ഏറ്റവും കൂടുതൽ തൊപ്പി തലേ വയ്ക്കുന്നവർ, ഏറ്റവും ലോജിക്കലി ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസും പട്ടാളം. മറ്റ് IASകാർക്ക് കുറച്ചെങ്കിലും അവർക്ക് ഭക്തി എന്നുള്ള എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം. പക്ഷേ പോലീസുകാർക്ക് നമുക്ക് കണ്ണടച്ച് പറയാം, ഇവർ ലോജിക്ക് മാത്രമേ എടുക്കൂ. അവരുടെ മുമ്പിൽ കാണുന്ന തെളിവുകൾ വെച്ച് മാത്രമേ അവർ ആക്ട് ചെയ്യുള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും അവർ ആക്ട് ചെയ്യില്ല. നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യം. ചിലപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടാകും, പക്ഷേ തെളിവുകളും നിയമവും എന്താണ് പറയുന്നത് അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതാണ് അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. അദ്ദേഹം അയ്യപ്പൻ്റെ ഭക്തനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇത് തൊപ്പിയും യൂണിഫോമും അണിഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്താണോ പറയേണ്ടത് അതാണ് അനുശാസിക്കേണ്ടത്. അന്ന് അദ്ദേഹത്തെ എല്ലാവരും വിമർശിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, അതും അയ്യപ്പനാണ് ചെയ്യിക്കുന്നത്. നീ കൊണ്ടുപോവാ, അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. മനസ്സിലായി? അവിടെ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണനെ അക്രൂരൻ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവിടെ പോകുമ്പോൾ കൃഷ്ണൻ അറിഞ്ഞിട്ടാണ് പോണത്. അക്രൂരൻ കൃഷ്ണൻ്റെ ഭക്തനെ, അക്രൂരൻ കരഞ്ഞുകൊണ്ടാണ് പോണത്. ഈ കൃഷ്ണനെ കൊല്ലാനാണ് കംസൻ അവിടെ മറ്റേ 2 ആനകളെ നിർത്തിയിട്ടുണ്ട്, എല്ലാം അറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഈ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പോണത് അക്രൂരൻ. അയ്യോ ഈ കുഞ്ഞിനെ 10-12 വയസ്സുള്ള കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാനാണല്ലോ ഞാൻ കൊണ്ടുപോകണ ദൈവമേ എന്ന്. ഈ കുട്ടിയിൽ എന്തോട്ട് അത്ഭുത സിദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരു അദ്ദേഹത്തിൻ്റെതായ മതവിശ്വാസത്തിലൂടെ പോയ ആളാണ്. പക്ഷേ ഇപ്പം നമ്മൾ പല ആൾക്കാരും അവർ ചെറുപ്പം തൊട്ടേ ഒരു വിശ്വാസ സംഹിതയിൽ ജീവിച്ചു. പക്ഷേ അദ്ദേഹം അതല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ താഴെ വന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് കമൻ്റ് ഇടുന്നവരും അയ്യപ്പൻ്റെ 8ൻ്റെ പണി വാങ്ങിക്കും. അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്താണെന്നറിയാം, പറയാം. ഒന്നെടുത്താൽ എത്ര വരെയും ഫ്രീ കിട്ടും? പറഞ്ഞേ. 2 ഫ്രീ, മിനിമം 2 ഫ്രീയാണ്. കാര്യങ്ങൾ ഒരു അയ്യപ്പനെ എടുത്താൽ ഒരു മുരുകനോ ഒരു ഗണപതിയും കിട്ടും. ഒരു അയ്യപ്പനെ എടുത്താൽ ഒരു ഗണപതിയും മുരുകനും ഫ്രീയാണ്. കാര്യം ഈ സ്വാമി അയ്യപ്പൻ റോഡൊക്കെ ഉണ്ട്. ഈ സ്വാമി അയ്യപ്പൻ റോഡുണ്ടല്ലോ, ഇപ്പോൾ ഗായത്രി പറഞ്ഞ സ്വാമി അയ്യപ്പൻ ഇതിൻ്റെ സിനിമ വിജയിച്ചതിന് ശേഷം അതിൻ്റെ ലാഭം വെച്ച് അദ്ദേഹം പണിത് കൊടുത്ത ആ റോഡ് ഇൻ്റർലിങ്ക്ഡാ. അദ്ദേഹം ആ പേര് മെരിലാൻഡോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അടുത്ത പ്രാവശ്യം റെഫർ ചെയ്ത് വേണമെങ്കിൽ പറയാം. തെറ്റിപ്പോയെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അദ്ദേഹം പണിതു, അതുകൊണ്ടാണ് അതിന് സ്വാമി അയ്യപ്പൻ റോഡെന്ന് പറയുന്നത്.
ഇന്ന് കുത്തനെ കയറ്റം ഞാനൊക്കെ കയറിയത് അങ്ങനെ കൂടിയാണ് ട്രാക്ടർ പോണത്. നമ്മുടെ രാഷ്ട്രപതി പോയതും അതേ വഴിയിലാണ്, സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ്. അത് സ്വാമി അയ്യപ്പൻ സിനിമയുടെ ഇത് വെച്ചിട്ട് പണിത് കൊടുത്തതാണ്, ലാഭം വെച്ച് പണിത് കൊടുത്തതാണ്. ഞാൻ പോളിയോ കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും 77 മറ്റോ പോയപ്പോൾ ആ വഴിയിലൂടെയാണ് നടന്നത്, കുത്തനെയോടെയല്ല, നടക്കാനുള്ള ഇത് വെച്ചിട്ട് അതിലൂടെയാണ് നടന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ മകരവിളക്കെന്ന് പറയുന്നത് കലികാലത്ത് വന്ന 2-3 ദേവതകളാണ് പ്രത്യക്ഷത്തിൽ ഭൂമിയിലേക്ക് വന്നത്. ഒന്ന് തിരുപ്പതി വെങ്കടാചലപതി, അത് നമുക്ക് വേറെ കഥ പറയാം, കഥയല്ല സത്യം പറയാം. 2 വന്നത് അയ്യപ്പൻ, അതോടൊപ്പം തന്നെ മുരുകൻ, പഴനി മുരുകനുണ്ടല്ലോ. പഴനി മുരുകൻ വന്നതും കലികാലത്തിലാണ്, പഴനിയിൽ വന്നത്. ഭോഗസിദ്ധർ ഇത് ചെയ്തത് പഴനിയിൽ വന്നത് ഈ കലിയുഗത്തിലാണ്. മുരുകൻ ചേട്ടൻ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന അനിയൻ ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, മൂപ്പളമ പറയാൻ പറ്റില്ല. കാര്യം ഈ ശരിക്ക് ധർമ്മശാസ്താവെന്ന് പറയുന്ന ഇത് വരുന്നത് കൃതായുഗത്തിലോ ത്രേതായുഗത്തിലോ മറ്റേ ഭസ്മാസുരനെ കൊന്ന ഇതുണ്ടല്ലോ. ഒന്ന് മോഹിനി രൂപത്തിൽ മഹാവിഷ്ണു വന്നു, മോഹിനി രൂപത്തിൽ വന്നിട്ട് ഇത് ചെയ്തു. പിന്നെ ഭസ്മാസുരൻ എന്ന് പറഞ്ഞിട്ട് ശിവൻ വരം വാങ്ങിച്ചു ശിവൻ്റെ അടുത്ത്, എന്ന് പറഞ്ഞാൽ ആരുടെ തലയിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാലും അവൻ ഭസ്മമായി പോകണം. ശിവൻ എന്ത് ചോദിച്ചാൽ ശ്രീപ്രസാദി, രണ്ടാമതൊരു ആലോചനയൊന്നുമില്ല, തഥാസ്തു എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഓടി ലാസ്റ്റ് വിഷ്ണുവിൻ്റെ അടുത്ത് പറയണത് ഇവൻ എന്നെ ഇത് ചെയ്യാൻ വരുന്നുണ്ട്, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വിഷ്ണു മോഹിനി വേഷം എടുത്തിട്ട് ഈ ഭസ്മാസുരനെ ഇത് വന്ന് ഡാൻസ് കളിച്ചിട്ട് ലാസ്റ്റ് തലേ കൈ വയ്ക്കുമ്പോൾ ഇവയിൽ സ്വയം തലേ കൈ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ തലേ കൈ വെച്ച് അത് എഫക്റ്റ് ആയതൊന്നും പറയാൻ ബുദ്ധി പുള്ളിക്കും കിട്ടില്ല. അത് വെച്ച് പുള്ളി ഭസ്മാകുമായിരുന്നു. അപ്പോൾ ശിവൻ ഇത് ചോദിക്കുകയാണ്, ഇതെങ്ങനെ ആ വേഷം എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ ശിവന് സ്കലനം ഉണ്ടായെന്ന് പറയണം. വിഷ്ണു ഇത് കൈ വാങ്ങിച്ചു എന്ന് പറയണം. അതിൽ നിന്ന് കുട്ടികളുണ്ടായി. കയ്യിൽ ശുക്ലം വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിമർശനമാണ് ഇന്ന്. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിദ്ധർ പറയുന്ന പോലെ മിത്താണ്. ഓക്കെ, പുരുഷൻ്റെ അടുത്ത് ഒരു റൂമിൽ ചെന്ന് പോയിട്ട് ഒരു കുപ്പി എന്തോ കൊടുത്തിട്ട് ശുക്ലം എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഞങ്ങൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാമെന്ന് പറയണത് ശരി. IVF എന്ന് പറയണത് അത് ശരി അല്ലേ? ഇതിങ്ങനത്തെ ഒരു ഇതുണ്ടാകുന്ന ഒരു പക്ഷേ അവർ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടു കാണും. പക്ഷേ ഇത് ശുക്ലം ഇങ്ങനെ വന്ന് കയ്യിൽ വന്ന് അത് കുട്ടിയായിട്ട് രൂപാന്തരം പ്രാപിച്ചു എന്ന് പറയുന്നത് ആയെന്നുള്ള വിശ്വാസം ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ അത് പറയുമ്പോൾ അത് അന്ധവിശ്വാസം. ഇത് ആ പുരുഷൻ കയ്യിലല്ല, ഒരു കുപ്പിക്കകത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലല്ലേ അത് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ ഇത് പറയുമ്പോഴേ നമ്മൾ പഴമയെ പറയുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ റിപ്ലിക്കയാണ്. 101 മക്കളെ ഇത് ചെയ്തതിൻ്റെ വേദവ്യാസൻ, അത് നമുക്ക് വേറെ ഒരു വിഷയമാണ്, അത് വേറൊരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും കട്ട് ചെയ്തതാണ്. ടെസ്റ്റ് ട്യൂബ് ഇതായിട്ട് ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതിനാണ് ഇത് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെ ഇതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഒരു ആറ്റങ്ങളെ വേർതിരിക്കാമല്ലോ, തന്മാത്രകളെ വേർതിരിക്കാമല്ലോ. പ്രക്രിയ അന്ന് ഇംഗ്ലീഷിലായിരുന്നു, അവരത് പറഞ്ഞ് സംസ്കൃതത്തിൽ എഴുതി വെച്ചു. ഒറ്റ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നം എന്താണെന്നറിയാം ഗായത്രി, ഈ പറയുന്ന എനിക്കോ ഗായത്രിക്കോ സംസ്കൃതം ശരിക്കറിയില്ല. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ തിരുവേനി എന്നെക്കൊണ്ട് അമരകോശമൊക്കെ വായിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബാങ്ക് മാനേജറായിട്ട് ബാങ്കിൽ കയറിയിട്ട് കുറേ അധികം അനുഭവിക്കാൻ കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം അമരകോശമൊക്കെ വാങ്ങിച്ചു തന്ന് പഠിപ്പിക്കാനൊക്കെ നോക്കി, നടന്നില്ല. നമുക്കതൊന്നും കയറിയില്ല. ആ സമയത്ത് നമ്മൾ വേറെ കാര്യം, അത് ഗുരുവിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്, അത് ചെയ്യാം. അത് തീർച്ചയായിട്ടും നാളെ മകര സംക്രമം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രേയ തുഭ്യം നമോ നമ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഇതല്ലേ. ഭൂതങ്ങളുടെ നാഥനാണ്. 2 നമ്മൾ ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പ്രേതഭൂതാദികളാണ്, അല്ലെങ്കിൽ ശിവൻ്റെ ഭൂതങ്ങളെന്ന് പറയും. പക്ഷേ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂതങ്ങളുടെ അതിൻ്റെ നാഥനാണ്. അതുപോലെ സർവ്വഭൂതങ്ങളോടും നമ്മളും എല്ലാം ഓരോ ഭൂതങ്ങളാണ്. ഇതിനോട് ദയാപൂർണമായിട്ട് സമീപിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും. ഇപ്പോൾ 2018 എന്താണ് മറ്റേ പൂത്തിരി നെല്ല്, അത് 2-3 പേര് നിയോഗമുള്ളവർ കയറെ കെട്ടിയാണ് അത് കൊണ്ടുപോയത്, അറിയാമല്ലോ.
ഇതിൽ വന്നിരുന്നു. പമ്പയിൽ വട്ടത്തിൽ കയറിട്ടിട്ട് അതിൽ കൂടിയാണ് ഒരു കാര്യം, നീന്താൻ പോലും പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിനോട് കളിക്കുമ്പോഴത്തേക്കും ഇവിടെ വെള്ളവും വായുവും അഗ്നിയും ഭൂമിയും ആകാശവും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് അയ്യപ്പസ്വാമി, മുരുകൻ ഒക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു.